ഹലോ, ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടും അതുപോലെ അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഫിഷ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫിഷ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഫിഷിലേക്കുള്ള ഗ്രീൻ മസാല റെഡിയാക്കി എടുക്കാം. കുറച്ച് കൂടുതൽ മല്ലിയില, അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, കുരുമുളക്, പിന്നെ കുറച്ച് വലിയ ജീരകം, ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുന്നതിന് പകരം ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ മസാല റെഡിയായി. ഇത് ഫിഷിൻ്റെ ഓരോ ഭാഗത്തും നന്നായിട്ട് പുരട്ടിയെടുക്കാം. മസാല ഫിഷിൻ്റെ ഉള്ളിലേക്കും നല്ല ഫ്ലേവർ കിട്ടണമെങ്കിൽ എല്ലായിടത്തും നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. മസാല ഇപ്പോൾ ഫിഷിലെല്ലാം നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 ഹവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഫിഷും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡ് ഒന്ന് കുക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫിഷ് ഫ്രൈ റെഡിയായി. ഗ്രീൻ മസാല ഫിഷ് ഫ്രൈ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.